ഈ ഗ്യാസ് സിലിണ്ടർ നനഞ്ഞ തുണി വെച്ചൊന്ന് തുടച്ചാൽ 1 മാസം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് നമുക്ക് 2 മാസം വരെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഗ്യാസൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതലെന്ന 1 മാസം ഈ ഇതിൽ തന്നെയാണ് കൂടുതലും പാചകം ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ഉപയോഗങ്ങൾ കൂടുന്നതുകൊണ്ട് കൂടി വന്ന 1 മാസമൊക്കെ നിൽക്കത്തുള്ളൂ. നമ്മളൊക്കെ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനുണ്ട്. ഞാൻ ഉൾപ്പെടെ അനുഭവിക്കുന്ന ടെൻഷനാണ് ഇതിൽ എന്തും വേണ്ടി ഇനി ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് വേണമെന്നാണ് ഇതുപോലൊരു നനഞ്ഞ തുണിയാണ് വേണ്ടത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് തുടച്ച് കാണിക്കാം. അപ്പോൾ നമ്മൾ തുണി വെച്ച് നനച്ചിട്ടൊരു 10 സെക്കൻഡ് വെക്കുക. 10 സെക്കൻഡ് വെച്ച് കഴിയുമ്പോൾ ഈ ഉണങ്ങിയ ഭാഗമുണ്ട്. ഈ ഉണങ്ങിയ ഭാഗത്ത് അത്രയും നമുക്ക് ഗ്യാസ് ഇല്ല, അത് തീർന്നതാണ്. താഴോട്ടുള്ള നനവുള്ള ഭാഗത്ത് കാണുന്ന അത്രയാണ് നമുക്ക് ഇതിനകത്ത് ഗ്യാസ് നിറഞ്ഞിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്യൂബിനൊക്കെ ചെറിയ ഹോൾസുകൾ വീഴും. അത് നമ്മൾ അറിയത്തില്ല. അങ്ങനെയായിരിക്കും ഗ്യാസ് കൂടുതൽ ലീക്കാവുന്നത്. അധികം മണം നമുക്ക് പുറത്തോട്ട് വരണമെന്നില്ല, കാരണം വെച്ചാൽ കുഞ്ഞു ഹോളുകളായിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൈപ്പ് നമ്മൾ മാക്സിമം 1 വർഷമൊക്കെ ഉപയോഗിക്കുക, അതിന് ശേഷം മാറുക. ഇല്ലെങ്കിൽ ഈ പൈപ്പിൽ കുറച്ച് നാൾ ഉപയോഗിച്ച ശേഷം ഒരു 3-4 മാസം ഉപയോഗിച്ച ശേഷം ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് പൈപ്പിൻ്റെ ഇവിടം തൊട്ട് ഇങ്ങ് അറ്റം വരെ നല്ല രീതിയിൽ തന്നെ ചുറ്റുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഈ ഗ്യാസിൻ്റെ ഈ നോബിന് ഇതിനകത്തൊക്കെ ചെറിയ മണൽത്തിരിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫുഡിൻ്റെ എന്തെങ്കിലും വേസ്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് ലീക്കാവും. അത് നമ്മൾ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ലീക്ക് വരികയാണെങ്കിൽ ഇതുപോലുള്ള പപ്പടക്കമ്പി അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന ഹോളിലേക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്യാസിൻ്റെ ലീക്കുകൾ മാറും. വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് ഈ സിലിണ്ടർ. അതെല്ലാം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മ ശ്രദ്ധയോടെ വേണം. പ്രത്യേകം ആദ്യം തന്നെ ഞാൻ പറയാം, കൊച്ചു കുട്ടികൾ കാണുന്നുണ്ട്, ഇതിനൊന്നും മുതിരരുത്.